ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഡിസൈനാണ് ചെയ്യുന്നത്. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ റൗണ്ട് നെക്കിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഓൾ ഓവർ ഡിസൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം വരച്ചത് കാണിച്ചു തരാം. ആ ഒരെണ്ണം തന്നെയാണ് നമ്മുടെ യോക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് രണ്ട് റൗണ്ട് വരച്ചു കൊടുക്കുന്നു. ലീഫ് വരച്ചു കൊടുക്കുന്നു. ഇതാ ഇങ്ങനെ ലൈൻസ് ചുറ്റിനും വരച്ചു കൊടുക്കുന്നു. ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് യോക്ക് പോർഷനിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ അതായത് ഇതുപോലെ ലൈൻസ് കുട്ടി കുട്ടി ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടി റൗണ്ടും അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് യോക്ക് പോർഷനിൽ വരച്ചു കൊടുക്കാനുള്ളത്. ഇനി ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ള കളറിലുള്ള കട്ട് ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ വെള്ള കളറിൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വരച്ചു കൊടുത്ത ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനും നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റോസ് കളർ ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രെഡൊന്നും ആദ്യമേ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോട്ടൻ്റെ ത്രെഡിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റിൻ റിബണിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റോസ് കളറിൽ ത്രെഡ് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലായിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിനും ഒരു ഫ്ലവർ ചെയ്തെടുക്കണം. സാറ്റിൻ ഫ്ലവർ അല്ലേ, അതായത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവർ. അപ്പോൾ ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫ്ലവർ കുറച്ച് ചെറുതായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ സൈസിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കടും റോസ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ടിപ്പുറത്തെ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് കടും റോസ് കളർ തന്നെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു സെൻറ്ററിൽ, അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെയ്തതുപോലെ ഫ്രഞ്ച് നോട്ട് സെൻറ്ററിലായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചുറ്റിനും ഫ്രഞ്ച് നോട്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെയും ഫ്ലവറാണ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ വുവൺ റോസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വുവൺ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 5 ലൈൻസ് ഇതുപോലെ ഒന്ന് ലൈൻസിലും ഇതുപോലെ ഒന്ന് ത്രെഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതുപോലെ വുവൺ റോസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 12 സ്ട്രാൻഡ്സിലാണ് വുവൺ റോസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുഞ്ഞു വുവൺ റോസ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് കളർ മഞ്ഞ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ മഞ്ഞ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കടും കളർ മഞ്ഞ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. 12 സ്റ്റാൻഡ്സിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. 5 പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 4 പെറ്റൽസ് ആയാലും കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 12 സ്റ്റാൻഡ്സ് വെച്ചിട്ടാണ് ലീഫും ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് കട്ടിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 12 സ്റ്റാൻഡ്സിൽ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫ് ചെയ്യാനായിട്ട് നല്ല കരിം പച്ച കളറാണ് കേട്ടോ എടുക്കേണ്ടത്. നന്നായിട്ട് നല്ല ഒരു കടും പച്ച കളറാണ് കേട്ടോ എടുക്കേണ്ടത്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പച്ച കളറാണ്. കാരണം എൻ്റെ ആ ഒരു കടും പച്ച കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പച്ച കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്.
ഈ ഒരു പച്ച കളർ വെച്ചിട്ട് തന്നെ നമ്മൾ അകത്തേക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുട്ടി കുട്ടി റൗണ്ട് അവിടെ ആയിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞു. നേരത്തെ നമ്മൾ പാറ്റേൺ കാണിച്ചപ്പോൾ അവിടെയായിട്ട് നമുക്ക് ഈ ഒരു റോസ് കളർ വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. സെൻട്രലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചുറ്റിനുമായിട്ട് ഫ്രഞ്ച് നോട്ടുകൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി കുട്ടി കുട്ടി ഡോട്ട് ഇട്ട് കൊടുത്ത സ്ഥലത്തായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. കാരണം ഇതാണ് കുറച്ചുകൂടെ ഭംഗി. ഇതില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ്. ഈ ഒരു കട്ട് ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് എവിടെയൊക്കെ ചെയ്യണോ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതായത് ഈ ഒരു യോക്ക് പോർഷനിലായിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് താഴത്തേക്ക് മുകളിലേക്ക് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഈ ഒരു ആൾ ഓവർ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. യോക്ക് പോർഷനിൽ ഇവിടെ കൊടുക്കാം, താഴെ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അവിടെ ഇടയ്ക്കായിട്ട് റൗണ്ട് കൊടുക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവറും ചെയ്ത് കൊടുത്ത് ബാക്കി നമ്മൾ കട്ട് ബീഡ്സും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളർ ത്രെഡ് എടുക്കുക ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനൽ ലുക്ക് വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ഡിയേഴ്സ്. താങ്ക്